ഷെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ടോപ്പാണ് കേട്ടോ. അപ്പോൾ ജീൻസിനൊക്കെ ഇടാൻ പറ്റിയൊരു ടോപ്പാണ്. അപ്പോൾ അത് വേസ്റ്റിൻ്റെ അവിടം വരെ യോക്ക് വന്നിട്ട് അവിടെ നിന്ന് താഴേക്ക് നമ്മളൊരു ബോക്സ് പ്ലീറ്റ് പോലെ ഇട്ട് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊരു സാരിയിലാണ് നമ്മൾ ചെയ്യുന്നത്. ഇതിൻ്റെ അടിയിലേക്ക് ലൈനിങ് വെച്ച് കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ലൈനിങ് ആവശ്യമുള്ള ലെങ്ത്ത് വേസ്റ്റിൻ്റെ അവിടം വരെ ആ യോക്ക് പോർഷന് വേണ്ടിയിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. 4 ലെയറായിട്ട് മടക്കി ഇട്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 14 ഇഞ്ചാണ് ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. തയ്യൽ തുമ്പോട് കൂടിയിട്ട് എടുക്കുക കേട്ടോ. 13 ഇഞ്ച് വേസ്റ്റിൻ്റെ ലെങ്ത്ത് വരുന്ന 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടിയിട്ടു. അതിനുശേഷം 6.5 ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. അത് തന്നെ ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുത്തു. അതിനുശേഷം അത് ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. വീണ്ടും റൈറ്റ് സൈഡിലേക്ക് വരച്ചു കൊടുത്തു. ഇവിടെ നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്യുവാണ്. ചെസ്റ്റ് ഇവിടെ വരുന്നത് 32 ഇഞ്ചാണ്. അത് ബോഡിയിൽ നിന്നുള്ളതാണ്. അതിനെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന 8. അതിൻ്റെ കൂടെ ഒരു ലൂസും കൂടെ കൂട്ടി 9 ഇഞ്ചാണ് നമ്മൾ ചെസ്റ്റ് മാർക്ക് ചെയ്തത് കേട്ടോ. പിന്നെ 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്തു. വേസ്റ്റ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് 28 ആണ്. അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 7ൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ കൊടുത്ത് 8 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം അവിടെയും 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മളിതുപോലെ വരച്ചെടുത്തു. ഇനി താഴെ നിന്ന് 1 ഇഞ്ച് നമ്മൾ ഇതുപോലെ ഒന്ന് മുകളിലേക്ക് കയറ്റി ആർച്ച് പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. അപ്പോഴേ നമുക്ക് സ്കേർട്ടായിട്ട് യോജിപ്പിക്കുമ്പോൾ അല്ലെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കും. അപ്പോൾ നല്ല ഷേപ്പിൽ കിട്ടുന്നതിനാണ്. ഇനി നമുക്ക് ഇതുപോലെ ആം ഹോൾ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് മാർക്ക് ചെയ്തു. അതിനുശേഷം ഫ്രണ്ട് ആം ഹോൾ കുഴിച്ച് കട്ടുന്നതിന് ഇതിൻ്റെ ഹാഫ് എടുത്തതിന് ശേഷം ഉള്ളിലേക്ക് ഒരു 3/4 ഇഞ്ചോളം നമ്മൾ ഇതുപോലെ കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ കുഴിച്ച് കട്ട് ചെയ്യുന്നതിനാണ് ഫ്രണ്ട് മാത്രം. എങ്കിൽ അവിടെ ചുളിവില്ലാതെ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. അത് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം നമ്മൾ നെക്കിൻ്റെ വിഡ്ത്ത് മാർക്ക് ചെയ്ത് 3 ഇഞ്ചാണ്, 3 ഇഞ്ച്. അത് നമ്മൾ ഷോൾഡർ സ്ലോപ്പിലേക്ക് ഇതുപോലെ വരച്ചു കൊടുത്തു. അതിനുശേഷം ബാക്ക് നെക്ക് നമ്മൾ മാർക്ക് ചെയ്തത് 1 ഇഞ്ച് ഇതുപോലെ. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കുഴിച്ച് മാർക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ 1 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം ഫ്രണ്ട് നെക്ക് 4 ഇഞ്ച് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു. അത് ബോക്സ് ആക്കി കൊടുത്തു. ഇവിടെയൊക്കെ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പും ലെങ്ത്തും ഒക്കെ കൊടുക്കുക കേട്ടോ. ഇപ്പോൾ ആദ്യം ഞാനൊരു റൗണ്ട് ഷേപ്പ് കൊടുത്തു. ഇനി നമുക്ക് ഷേപ്പിന് വേണ്ടിയിട്ട് ടക്ക് ഇടുന്നതിന് വേണ്ടിയിട്ട് 10 ഇഞ്ച് ലെങ്ത്തിൽ ഞാനൊന്ന് മാർക്ക് ചെയ്തു. അതിനുശേഷം 3 ഇഞ്ച് ഇതുപോലെ സെൻറ്ററിൽ നിന്ന് മാറ്റി മാർക്ക് ചെയ്തു കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതുപോലെ സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് 1/2 ഇഞ്ച് 2 സൈഡിലേക്കും ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്തതിന് ശേഷം ഈ ടക്ക് പോയിൻ്റ് ഇതുപോലെ ഒന്ന് കോൺ പോലെ വരച്ചു കൊടുക്കുക കേട്ടോ. ഇത് എല്ലാ സൈഡിലേക്കും നമ്മൾ എല്ലാ പോർഷനിലേക്കും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം നമ്മൾ ടക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ കിട്ടും. അത് അടിയിലേക്കും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് അതിനുശേഷം അതിൽ കൂടി വരച്ചു കൊടുത്താൽ മതി കേട്ടോ. കറക്റ്റായിട്ട് നമ്മൾ എല്ലാം ഒരേപോലെ വെച്ചിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൽ കൂടി വീണ്ടും വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം വരച്ചതിൻ്റെ മാർക്കിംഗ് അവിടെയുണ്ട്. അതിൽ കൂടി ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പം ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും നമ്മൾ ഇതുപോലെ യോക്ക് വരെ മാത്രം ഈ ടക്ക് ഇട്ട് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ അടിയിലേക്ക് സ്കേർട്ട് പോലെ ആണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇത് എല്ലാ പോർഷനിലേക്കും നമ്മൾ വരച്ചു. ഇനി നമുക്ക് നെക്കിൻ്റെ അവിടെ ഒരു കോൺ പോലെ ഷേപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 1/2 ഇഞ്ച് നമ്മൾ അവിടെ മാർക്ക് ചെയ്തു വിഡ്ത്ത്. അതിനുശേഷം താഴേക്ക് ലെങ്ത്ത് 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ കോൺ പോലെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു വി ഷേപ്പ് പോലെയാണ് വരുന്നത്. അതുപോലെ ബാക്ക് നെക്ക് ഞാനൊരു 2 ഇഞ്ചാക്കി ഒന്നും കൂടി കുഴിച്ച് കട്ട് ചെയ്തു കേട്ടോ, വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇവിടെ ഈ ആർച്ച് വരച്ചത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി. അതുപോലെ ബാക്ക് നെക്ക് ഞാൻ ആദ്യം ഒന്ന് കട്ട് ചെയ്തു കേട്ടോ. അത് ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്തത്. കാരണം ഫ്രണ്ട് താഴ്ന്ന് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് രണ്ടും ഒരുമിച്ച് കട്ട് ചെയ്യാം. അതിനുശേഷം ഷോൾഡർ സ്ലോപ്പ് കട്ട് ചെയ്തു. ഇനി ആദ്യം നമ്മൾ ബാക്ക് ആം ഹോൾ ആയിരിക്കണം ആദ്യം കട്ട് ചെയ്യേണ്ടത്. ഫ്രണ്ട് അറിയാതെ കട്ട് ചെയ്ത് പോകരുത്. അപ്പം ഫ്രണ്ട് മൊത്തത്തിൽ കുഴിഞ്ഞു പോകും. ഇനി ബാക്ക് കട്ട് ചെയ്തു. അതിനുശേഷം സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്തു. ഇനി നമ്മൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ആ മാർക്കിങ് ഒരുപോലെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ കട്ടിങ് കൊടുത്തു കേട്ടോ. ഇനി ഫ്രണ്ട് നമ്മൾ മാറ്റി വെച്ചതിന് ശേഷം ഇവിടെ ആം ഹോള് ഇത് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അതുപോലെ നെക്കും ഇനി നമുക്ക് ഈ ഷേപ്പിൽ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആദ്യം നമ്മൾ ബാക്ക് മാത്രമല്ലേ
കട്ട് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അതും കട്ട് ചെയ്ത് മാറ്റി. ഇനി നമുക്ക് മറു സൈഡിലേക്കും കൂടി ഇതുപോലെ ഈ മാർക്കിങ് ഒന്ന് വരച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും പിന്നീട് വരയ്ക്കേണ്ടി വരില്ല. അപ്പോൾ ഇതിൽ കൂടി സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. ഇനി നമുക്ക് സ്കേർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈനിങ്ങും ഇതുപോലെ എടുത്ത് വെക്കണം, 4 ലെയറായിട്ട്. അത് നമുക്ക് ആവശ്യമുള്ള ലെങ്ത്തിൽ എടുക്കുക കേട്ടോ. അപ്പം ഞാൻ താഴേക്ക് ഇതുപോലെ നല്ല തുണി കട്ട് ചെയ്തെടുത്തതിൽ നമുക്ക് ആ ഡിസൈൻ, സാരിയുടെ തുമ്പിൽ വരുന്ന ഡിസൈൻ വേസ്റ്റിൻ്റെ അവിടേക്ക് വരത്തക്ക രീതിയിലാണ് ഞാൻ കട്ട് ചെയ്തെടുത്തത്. ഇനി നിങ്ങൾക്ക് അതില്ലെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ വേറെ പട്ട വെച്ച് കൊടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. ഇനി നമ്മൾ ലൈനിങ് താഴേക്കുള്ള സ്കേർട്ടിനുള്ള ലൈനിങ് ഇതുപോലെ ടോപ്പ് മുകളിൽ വെച്ചതിന് ശേഷം വേസ്റ്റിൻ്റെ അവിടെ ആ ഒരു വിഡ്ത്തിൽ മാർക്ക് ചെയ്തിട്ട് താഴെ നമുക്ക് തുണി കിട്ടുന്നിടത്തോളം ഇതുപോലെ കോൺ പോലെ വരച്ചു കൊടുത്തിട്ട് മുകളിലേക്ക് ഒരു 2 ഇഞ്ച് താഴെ നിന്ന് കയറ്റി, അല്ലെങ്കിൽ അവിടെ തൂങ്ങി നിൽക്കും, അത് നമ്മൾ ആർച്ച് പോലെ വരച്ച് കട്ട് ചെയ്ത് മാറ്റി. അതിനുശേഷം ആ ഒരു ഷേപ്പിൽ വേസ്റ്റിൻ്റെ അവിടെ വിഡ്ത്തിലേക്ക് ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു, കട്ട് ചെയ്തു. അതിനുശേഷം സെൻറ്റർ നമ്മളൊന്ന് ചെറിയ കട്ടിങ് കൊടുത്ത് മാർക്കിങ് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പത്തിന് വേണ്ടി ഇനി ഇതുപോലെ തന്നെ നമ്മൾ സ്കേർട്ട് പോർഷനിലേക്കും വേണ്ടിയിട്ട് ക്ലോത്ത് കട്ട് ചെയ്തെടുത്തു. അപ്പം സ്കേർട്ടിൽ നല്ല തുണി എടുക്കുമ്പോൾ കുറച്ച് വീതി കൂട്ടിയെടുക്കണം, കാരണം നമ്മൾ ബോക്സ് പ്ലീറ്റ് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ബോക്സ് പ്ലീറ്റിന് എത്ര വീതി കൂട്ടി കൊടുക്കുന്നോ അതനുസരിച്ചിട്ട് ഞാനിപ്പോൾ ഒരു 5 ഇഞ്ചോളാണ് ഒരു പോർഷനിലേക്ക് തന്നെ കൂട്ടിയെടുത്തത്. അപ്പോൾ 2 സൈഡിൽ ഓരോ ബോക്സ് പ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇനി നമ്മൾ ഫുൾ സ്ലീവ് ആണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിനുവേണ്ടി 4 ലെയർ ഇതുപോലെ ആ ബോർഡർ അടിയിൽ വരത്തക്ക രീതിയിൽ, സ്ലീവിൻ്റെ അടിയിൽ വരത്തക്ക രീതിയിൽ നമ്മൾ എടുത്തു. അപ്പം ഇനി ഇതിൻ്റെ വീതി ഇവിടെ നമ്മളൊരു 8 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. ഇത് നമ്മൾ ചെസ്റ്റ് 32 ആണ്, അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന 8 ഇഞ്ചാണ് നമുക്ക് മാർക്ക് ചെയ്ത്. അവിടെ നിന്ന് താഴേക്ക് ആ ചെസ്റ്റിനെ വീണ്ടും 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 32നെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3.2, അതാണ് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്തു കേട്ടോ. അതിങ്ങനെ കോൺ പോലെ വരച്ചു. ഈ മോള് മാർക്ക് ചെയ്ത 8 ഇഞ്ച് തന്നെ ഈ ലൈനിൽ മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഹാഫ് ഒന്ന് മാർക്ക് ചെയ്തു, വീണ്ടും ഒരു 1/2 ഇഞ്ച് പുറത്തേക്ക് മാർക്ക് ചെയ്തു. അതിനുശേഷം ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്ലീവ് നല്ല കറക്റ്റ് ഷേപ്പിൽ തന്നെ നമുക്ക് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കറക്റ്റായിട്ടുള്ള പോയിൻറ്റുകൾ നമ്മൾ അടയാളപ്പെടുത്തുന്നത്. ഇനി അടിയിൽ നമുക്ക് എത്ര വീതി വേണോ അത് മാർക്ക് ചെയ്യാൻ താഴെ 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. അതിനുശേഷം 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തു. ഇനി നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുക കേട്ടോ. തയ്യൽ തുമ്പിൽ നിന്ന് തുണി ഉള്ളിടത്തോളം ഞാൻ വരച്ചു കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ വരയ്ക്കുവാണെങ്കിൽ കണ്ടോ അത്രയും വീതി കൂടും, അപ്പോൾ സ്ലീവ് ലൂസാവും. അപ്പോൾ അതില്ലാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുത്തത്. ഇനി ആ ലൈനിൽ കൂടി കട്ട് ചെയ്ത് എടുക്കുക കേട്ടോ. ഇപ്പോൾ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. അപ്പോൾ ഇതിനും ലൈനിങ് അതുപോലെ തന്നെ കൊടുക്കണം കേട്ടോ. ഇനി നമ്മൾ ക്യാൻവാസ് 2ആയിട്ട് മടക്കി വെച്ചിട്ട് ഞാൻ നെക്ക് ആദ്യമേ ഈ തുണിയിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്തുകൊണ്ട് അത് വെച്ചിട്ട് ഒന്നും കൂടി അതേ ഷേപ്പിൽ തന്നെ ക്യാൻവാസിലേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിനുശേഷം 1 ഇഞ്ച് പുറത്തേക്ക് വീണ്ടും ഒന്ന് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ആ ഷേപ്പിൽ നമുക്ക് ലൈനിങ് തുണിയിലേക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നിങ്ങൾ കൊടുത്ത ഷേപ്പ് ഏതാണോ അതനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ആദ്യം ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് തുണിയിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി. ഇപ്പം ഞാൻ ആദ്യം ലൈനിങ്ങിൽ കട്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പം ഇതുപോലെ കട്ട് ചെയ്തത്, അത് വെച്ചിട്ട് കട്ട് ചെയ്തു കേട്ടോ. അതിനുശേഷം ഇതുപോലെ നമ്മൾ മുകളിലൊരു ബാൻഡ് വെച്ചിട്ടാണ് കട്ട് ചെയ്തത്, കാരണം ഇത് തുണിയിലേക്ക് വെച്ച് അയൺ ചെയ്യുമ്പോൾ ആ നെക്കിൻ്റെ വിഡ്ത്ത് മാറിപ്പോകാതിരിക്കാനാണ്. അതിനുശേഷം നമ്മളിപ്പോൾ തുണി വെച്ച് അയൺ ചെയ്തെടുത്തു. ഇനി ലൈനിങ്ങും എല്ലാം വെച്ചതിന് ശേഷം നല്ല തുണിയുടെ നല്ല വശത്തേക്ക് നമ്മൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ നല്ല വശം വെച്ചിട്ട് പിൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഇതുപോലെ ആ ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിന് ശേഷം മറിച്ചെടുക്കുക. ഇനി ബാക്ക് പോർഷന് അതുപോലെ തന്നെ. അപ്പോൾ ബാക്കിൽ നമ്മൾ ക്യാൻവാസ് വെക്കുന്നില്ല, നമ്മൾ ഇതുപോലെ ഒരു തുണി റൗണ്ട് ഷേപ്പിലേയും കട്ട് ചെയ്തതിന് ശേഷം നല്ല വശത്തേക്ക് വെച്ച് പിൻ ചെയ്ത് വെച്ച് കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറയ്ക്കുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയും നമ്മൾ ഓൾറെഡി ഇതിൽ ലൈനിങ്ങിൽ കട്ട് ചെയ്ത് കാരണം തിരിച്ച് വെച്ചിട്ട് ആ ലൈനിങ്ങിൽ കൂടി നമ്മൾ കണ്ടോ ഒരു 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ട് മറയ്ക്കുവാണ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മൾ എല്ലാ വീഡിയോകളിലും തന്നെ കാണിക്കുന്നതാണ് കേട്ടോ, അതുകൊണ്ടാണ് കുറച്ച് ഫാസ്റ്റായിട്ട് പറയുന്നത്. ഇവിടെ നമ്മൾ 1/4 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ട്
ക്യാൻവാസിൻ്റെ സൈഡിൽ കൂടി 1 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മൾ കട്ട് ചെയ്തു മാറ്റി. അതിനുശേഷം ഈ ഒരു ഷേപ്പ് കിട്ടുന്നതിന് വേണ്ടി തയ്യൽ തുമ്പിൽ കൂടി ഈ കോണുകളെല്ലാം ഓരോ ചെറിയ കട്ടിങ് കൊടുക്കുക കേട്ടോ, ഇല്ലെങ്കിൽ മറിച്ചിടുമ്പോൾ അവിടെ ചുളിവുകൾ വരും. അതിനുശേഷം നമ്മൾ ഇതുപോലെ ഉൾവശത്തേക്ക് മറിക്കുക. അപ്പം ഈ ക്യാൻവാസും തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക കേട്ടോ, നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ. അതിനുശേഷം കണ്ടോ ഇതുപോലെ ഒന്ന് പിടിച്ച് പതിച്ച് അടിച്ചതിന് ശേഷം ഉൾവശത്തേക്ക് മറിക്കുക. ഇങ്ങനെ മറിച്ചെടുത്തിട്ട് നമ്മളൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ. മുകളിൽ കൂടി പതിച്ച് അടിച്ച് ഷേപ്പ് ചെയ്ത് കണ്ടോ ഇതുപോലെ ആക്കിയതിന് ശേഷം ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. അതിനുശേഷം ഉൾവശത്തേക്ക് നമ്മൾ ഈ ക്യാൻവാസിൻ്റെ പോർഷൻ ലൈനിങ്ങിലേക്ക് മാത്രം ആക്കി പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചു കൊടുക്കുക. നല്ല തുണി മാറ്റിയതിന് ശേഷം ലൈനിങ്ങിൽ മാത്രം അടിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ബാക്കും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ബാക്ക് പോർഷനും ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. അത് മാറ്റിയതിന് ശേഷം ഇനി നമ്മൾ ഇപ്പോൾ തന്നെ ചെറിയ കട്ടിങ് കൊടുക്കുക. ഇവിടെ നമ്മളൊക്കെ ആ ഷേപ്പ് മറിച്ചിടുമ്പോൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട്. അതിന് ശേഷം ഈ ലൈനിങ് നമ്മളിപ്പോൾ വെച്ചിരിക്കുന്ന ഈ പീസും ആ തയ്യൽ തുമ്പും കൂടെ ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കുക. പിന്നെ വീണ്ടും ഉൾവശത്തേക്ക് മറിച്ചിട്ട് മുകളിൽ ഇപ്പോൾ പതിച്ച് അടിക്കണ്ട കേട്ടോ. ഇങ്ങനെ മറിച്ചതിന് ശേഷം നമ്മൾ പതിച്ച് ഇപ്പം അടിക്കണ്ട, അത് നമ്മൾ ഷോൾഡർ ജോയിൻ ചെയ്തതിന് ശേഷം മാത്രം പതിച്ചടിച്ചു കൊടുക്കുക. ഇപ്പം നമ്മൾ ഫ്രണ്ട് പോർഷൻ എല്ലാം നല്ല നീറ്റാക്കി അടിച്ചു എടുത്തു. ഇനി നമ്മൾ ബാക്കിലേക്ക് വേണ്ടിയിട്ടുള്ള പോർഷൻ ഇതുകൊണ്ട് രണ്ടും നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചതിന് ശേഷം ഷോൾഡറുകൾ തമ്മിൽ കറക്റ്റാക്കി വെച്ചിട്ട് ഈ ബാക്ക് പോർഷൻ്റെ നമ്മൾ ഈ പീസ് ഉണ്ടല്ലോ, ഈ പീസ് ഇതുപോലെ മറിച്ച് ഇത് ഷോൾഡർ നമ്മൾ നല്ല നീറ്റാക്കി ആ തയ്യൽ തുമ്പ് ഉള്ളിൽ പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ തന്നെ അടിച്ചെടുക്കുക കേട്ടോ. അല്ലെങ്കിൽ രണ്ടും ഒരുപോലെ വെച്ച് അടിച്ചെടുക്കുമ്പോൾ ഷോൾഡറിൻ്റെ അവിടെ നമുക്കൊരു കുത്തിക്കൊള്ളുന്ന പോലെ വരും, ആ തയ്യൽ തുമ്പ് പുറത്തേക്ക് കാണും. അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് കണ്ടോ ഈ പീസ് ഇതുപോലെ മറിച്ച് ആ സൈഡിലേക്ക് വെച്ചിട്ട് ഇനി നമ്മൾ ഷോൾഡർ അടിച്ചെടുക്കുക. അപ്പോൾ ഞാൻ ഷോൾഡർ അടിച്ചെടുത്തു. അതിന് ശേഷം കണ്ടോ ഷോൾഡർ അടിച്ചെടുത്തു. ഇനി നമുക്ക് ഇത് ആ ബാക്ക് വശത്ത് നിന്ന് നമ്മൾ ഫ്രണ്ടിലേക്കാണല്ലോ ഈ പീസ് കൊണ്ടുവന്നത്, അത് തിരിച്ച് ബാക്കിലേക്ക് തന്നെ കണ്ടോ ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കുക അടിച്ചതിന് ശേഷം. അപ്പോൾ അവിടുത്തെ തയ്യൽ തുമ്പ് ഉള്ളിൽ പോയി നെക്കിൻ്റെ അവിടെ അല്ലെങ്കിൽ നമുക്ക് കുത്തിക്കൊള്ളും, അത് പുറത്തേക്കും കാണാം തയ്യൽ തുമ്പ്. ഇനി നമുക്കിപ്പം ഉൾവശത്ത് നിന്ന് നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളത് പുറത്തുകൂടി പതിച്ച് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഇവിടെയും ബാക്ക് പോർഷനിലും ലൈനിങ് മാറ്റിയിട്ട് ആ പീസ് അതിലേക്ക് വെച്ച് അടിച്ച് കൊടുക്കുക കേട്ടോ, ചുറ്റി അടിച്ചു കൊടുക്കുക. നമ്മൾ അതുപോലെയെല്ലാം അടിച്ചെടുത്തു. ഇനി നമുക്ക് അടിയിലേക്കുള്ള സ്കേർട്ട് പോർഷനാണ് വെച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ് വെച്ച് അതിൻ്റെ മുകളിലേക്ക് നല്ല തുണി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അത് ഞാൻ കാണിക്കാം കേട്ടോ. അതിന് മുന്നേ നമുക്ക് ടക്ക് നമ്മൾ ഇട്ട് കൊടുത്തത് സ്റ്റിച്ച് ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഉൾവശത്ത് ഇങ്ങനെ വെച്ചതിന് ശേഷം ടക്ക് കറക്റ്റായിട്ട് പിടിച്ച് ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. എല്ലാം ഒരേപോലെ തന്നെ ആ ഒരു ഷേപ്പിൽ തന്നെ ഫ്രണ്ടിലും ബാക്കിലും 2 ടക്ക് വീതം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. അതിന് ശേഷം നമുക്ക് സ്കേർട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ ലൈനിങ്ങും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് വെച്ചു. അതിന് ശേഷം സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്യുന്ന ഇതുപോലെ നല്ല വശത്തേക്ക് നമ്മൾ ലൈനിങ് ഇട്ട് കൊടുത്തതിന് ശേഷം അടിയിൽ ഒന്ന് 1/2 ഇഞ്ച് രീതിയിൽ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് ഉൾവശത്തേക്ക് മറയ്ക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അടിയിലെ പോർഷൻ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ മടക്കി അടിക്കേണ്ട ആവശ്യമില്ല, ലൈനിങ് വെച്ചിട്ട് നമുക്ക് ഇതുപോലെ തിരിച്ചെടുക്കാം. അതിന് ശേഷം ഒന്ന് മുകളിൽ പതിച്ചടിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 ലൈനിങ്ങും നമ്മൾ 2 സ്ലീവിലേക്കും കണ്ടോ ഇതുപോലെ അടിച്ച് മറിച്ചു. ഇനി നല്ല വശങ്ങൾ സ്ലീവിൻ്റെ ഒരുപോലെ വെച്ചതിന് ശേഷം നമ്മൾ ഫ്രണ്ട് സ്ലീവ് കുഴിച്ച് കട്ട് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്തെടുത്തുനിന്ന് ഇതുപോലെ ഒന്ന് ചെറിയൊരു കുഴിച്ച് ഒന്ന് വരച്ചു കൊടുക്കുക കേട്ടോ. നല്ല വശങ്ങൾ ഒരുപോലെ വെച്ചിട്ട് വേണം ചെയ്യാൻ, അല്ലെങ്കിൽ സൈഡ് മാറിപ്പോവും. അതിന് ശേഷം ഇതുപോലെ ആ ഒരു ഷേപ്പിൽ നമ്മളിങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അപ്പോൾ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ
കട്ട് ചെയ്തത്. ഇനി സെൻറ്റർ ഒന്നും കൂടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അപ്പം ഫ്രണ്ട് പോർഷൻ ഏതാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു മാർക്കിങ്ങും കൊടുക്കുക. ഇത് ഫ്രണ്ടിലേക്ക് ആയിട്ട് വരണം നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ ടക്കൊക്കെ രണ്ട് സൈഡും അടിച്ചെടുത്തു, ഫ്രണ്ടും ബാക്കും. ഇനി നമുക്ക് ലൈനിങ് അടിയിലേക്ക് വെച്ച് കൊടുക്കുകയാണ് സ്കേർട്ടിൻ്റെ. അത് കറക്റ്റ് ലെവലിലാണ് വന്നിരിക്കുന്നത്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല തുണി വെച്ച് കൊടുത്തു. അത് കുറച്ച് വീതി കൂട്ടിയിട്ടല്ലേ നമ്മൾ കട്ട് ചെയ്തത്, കാരണം ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നതിന്. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്ന് ഒരു 2 ഇഞ്ച് നീക്കി ഇതുപോലെ ബോക്സ് പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ബോക്സ് പ്ലീറ്റിൻ്റെ ആ ഒരു പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത്. ഉള്ളിലേക്കാണ് ആ ബോക്സായ പോർഷൻ വെച്ച് കൊടുത്തത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാം കേട്ടോ. കണ്ടോ, ഇതേപോലെ അടുത്ത സെൻറ്ററിൽ നിന്ന് 2 ഇഞ്ച് നീക്കി ഓരോ പ്ലീറ്റുകളാണ് ഇതുപോലെ ഉൾവശത്തേക്ക് നമ്മളൊന്ന് പ്ലീറ്റ് ഇട്ട് കൊടുത്തു. അടുത്ത സൈഡിൽ നിന്നും ഇതുപോലെ പ്ലീറ്റ് ഇട്ട് രണ്ടും കറക്റ്റ് ആക്കിയതിന് ശേഷം നല്ല വശങ്ങൾ ഒരുപോലെ വെച്ച് കൊടുത്ത് അതൊന്ന് പിൻ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പം എളുപ്പമായിരിക്കും കേട്ടോ. അതിന് ശേഷം ഇതിൽ കൂടി അടിച്ചു കൊടുത്തിട്ട് മറയ്ക്കുമ്പം കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ബാക്ക് പോർഷനും അങ്ങനെ തന്നെ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പ്ലീറ്റ് മുഴുവനായിട്ടും ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുക്കണമെങ്കിൽ അതുപോലെ തുണി വേസ്റ്റിനേക്കാളും ഒരിരട്ടി കൂടുതൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ കണ്ടോ, ഞാൻ പ്ലീറ്റ് ഇട്ട് കൊടുത്ത് അടിച്ചെടുത്തു. അപ്പോൾ നമുക്ക് താഴേക്ക് കുറച്ച് കണ്ടോ വിരിഞ്ഞ് നിൽക്കും. അധികം വിരിവില്ല എങ്കിലും നമുക്ക് ആവശ്യത്തിന് വിരിവിൽ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടും. ഈ സ്കേർട്ടിൻ്റെ ലെങ്ത്തൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ എടുക്കാം. ഞാൻ ആകെ 25 ഇഞ്ച് 25 ഇഞ്ചാണ് ടോപ്പിൽ നിന്ന് അടി വരെയുള്ള ലെങ്ത്ത് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേസ്റ്റിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് ബാക്കിയുള്ളതാണ് ടോപ്പിൽ എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ സ്ലീവ് ഫ്രണ്ട് പോർഷൻ കുഴിച്ച് കട്ട് ചെയ്തത് ഫ്രണ്ടിലേക്ക് ആകത്തക്ക രീതിയിൽ കണ്ടോ ഇതുപോലെ സെൻറ്റർ രണ്ടും കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും അടിച്ചു കൊടുക്കുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് തന്നെ വേണം അടിക്കാൻ, ഇല്ലെങ്കിൽ ഷേപ്പെല്ലാം മാറിപ്പോവും. അതിന് ശേഷം വീണ്ടും സ്ലീവിൻ്റെയും ടോപ്പിൻ്റെയും നല്ല വശം ഒരുപോലെ വെച്ചിട്ട് വീണ്ടും സെൻറ്ററിൽ നിന്ന് 2 സൈഡിലേക്കും അടിച്ച് എടുക്കുക. ഇപ്പം നമ്മൾ അതുപോലെ അടിച്ചെടുത്തു കേട്ടോ. ഇപ്പോൾ കണ്ടോ, ഫുള്ളായിട്ട് നമ്മൾ അടിച്ചെടുത്തു. ഇനി നമ്മൾ വരച്ച ലൈനിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്ലീവിന് ബാക്കി പോർഷൻ ഉണ്ടെങ്കിൽ കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. അതിനുശേഷം അടിയിലേക്ക് നമ്മൾ ഫുള്ളായിട്ട് അടിച്ചെടുക്കുക. അപ്പം വേസ്റ്റിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് നിർത്തിയതിന് ശേഷം നമ്മളിവിടെ ഈ ലൈനിങ് വേറെയും നല്ല തുണി വേറെ ആയിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. എല്ലാം കൂടി ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പിടിച്ചിരിക്കുന്ന പോലെ തോന്നും. അപ്പോൾ ഞാൻ ലൈനിങ് തന്നെ മുകളിലേക്ക് ഇതുപോലെ മാറ്റിയതിന് ശേഷം ലൈനിങ് തന്നെ അടിക്കുക. അതിന് ശേഷം അടിയിലേക്കുള്ള പോർഷനും അടിച്ചെടുക്കുക. അപ്പോൾ രണ്ടും കൂടി കൂട്ടി പിടിച്ച് ഇരിക്കില്ല. ഈ വേസ്റ്റിൻ്റെ അവിടം വരെ കൊണ്ടുവന്ന് സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിന് ശേഷം കണ്ടോ ലൈനിങ് മാറ്റിയിട്ട് മുകളിലേക്കൊന്ന് മാറ്റുക. അതിന് ശേഷം ലൈനിങ്ങിൽ കൂടി മാത്രം നമ്മളൊരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ അടിച്ചെടുക്കുക. അതിനുശേഷം അടിയിലേക്കുള്ള പോർഷനും അടിച്ചിട്ട് ലൈനിങ് താഴേക്ക് തന്നെ തിരിച്ചെടുക്കുക. അപ്പോൾ നല്ല നീറ്റായിട്ട് കിട്ടും. അതിന് ശേഷം അടിയിൽ ലൈനിങ്ങിൻ്റെ അടി മടക്കി അടിച്ചു കൊടുക്കുക. അതുപോലെ നല്ല തുണിയുടെ അടിയും മടക്കി അടിച്ചു കൊടുത്തു. അപ്പം സ്റ്റിച്ചിങ് എല്ലാം കഴിഞ്ഞു. നമുക്ക് ഈ രീതിയിലാണ് കിട്ടിയിരിക്കുന്നത്. വേസ്റ്റിൻ്റെ അവിടെയും നമുക്ക് ആ ബോർഡർ കിട്ടി. അതുപോലെ സ്ലീവിൻ്റെ അടിയിലും നല്ലൊരു ബോർഡർ ആക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് നെക്കൊക്കെ ഈ രീതിയിലാണ് കിട്ടുന്നത്. അടിയിൽ പ്ലീറ്റ് ഇതുപോലെയാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നല്ല ഷേപ്പിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുത്തുകൊണ്ട് കിട്ടുന്നത്. അടിയിലേക്ക് അത്യാവശ്യത്തിന് വിരിവോടുകൂടി ആ പ്ലീറ്റ് ഇട്ട് കൊടുത്തതുകൊണ്ട് ഇത് ബാക്ക് പോർഷനാണ്. ബാക്കിൽ നമ്മൾ ബോർഡർ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പം ഈ രീതിയിലാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പം ഇത് ഇട്ട് കഴിയുമ്പോൾ നല്ല കറക്റ്റ് ഷേപ്പിൽ ഫുൾ സ്ലീവിൽ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇതുപോലെ വീഡിയോസുമായി ഇനി നമുക്ക് കാണാം. താങ്ക്